വന്നോ? ഹായ് ഗായ്സ്, അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഒന്ന് പൂ പറിക്കാൻ പോയാലോ? ഞാനും ശ്രുതിയും കൂടെ രാവിലെ ഓൺ ദ വേ ടു നയാഗ്ര ആണ്. നയാഗ്ര ഫോൾസിലേക്കല്ല കേട്ടോ, നയാഗ്ര ഓൺ ദ ലേക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നയാഗ്ര ഫോൾസിൽ തന്നെ ഒരു 25 കിലോമീറ്റേഴ്സോളം ഉണ്ട് നയാഗ്ര ഓൺ ദ ലേക്കിലേക്ക്. ഒരു ഹിസ്റ്റോറിക് കൺട്രി ടൗൺ ഏരിയ ആണ് നയാഗ്ര ഓൺ ദ ലേക്ക്. കാനഡാസ് മോസ്റ്റ് ഫേമസ് വൈൻ റീജിയൻ എന്നാണ് നയാഗ്ര ഓൺ ദ ലേക്കിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വൈൻ ഷോപ്സും വൈൻ യാർഡ്സും ഉള്ളത് നയാഗ്ര ഓൺ ദ ലേക്കിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നയാഗ്ര ഓൺ ദ ലേക്ക് വന്നിരിക്കുന്ന ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂലിപ്പ് ഫാം കാണാൻ വേണ്ടിയിട്ടാണ്. സ്പ്രിംഗ് സീസണിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം പൂത്ത് നിൽക്കുന്ന ഈ ടൂലിപ്പുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു ടൂലിപ്പ് ഫാം നേരിട്ട് കാണുന്നത്. ഓർമ്മ വെച്ച കാലത്ത് ഒരു ടൂലിപ്പ് ഫാം കാണുന്നത് നമ്മുടെ അന്യൻ എന്ന് പറഞ്ഞ സിനിമയിലെ കുമാരി എന്ന് പറയുന്ന സോങ്ങിലാണ്. അതൊന്നും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇതേപോലെ നേരിട്ട് പോയിട്ട് ഒരു ടൂലിപ്പ് ഫാം കാണാൻ പറ്റുമെന്ന്. എന്നെ രസമാണല്ലേ എന്നെ കാണാൻ. ഏത് അതെടുക്കാം? ഇതെടുക്കട്ടെ. ഇനി നമുക്ക് കളർ മാറ്റി പിടിക്കാം. സ്പ്രിംഗ് സീസണിലെ ഒരു ആക്ടിവിറ്റിയാണ് ഫ്ലവർ പിക്കിംഗ്. ആ കിഴങ്ങ് കിട്ടുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് റീപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാനുള്ള ബാസ്ക്കറ്റ് നമുക്ക് ആദ്യമേ അവർ തരും. ഒരാൾക്ക് 10 ഫ്ലവേഴ്സ് എന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. ഇന്നൊരു ക്ലൗഡി വെതർ ആയിരുന്നു, പോരാത്തതിന് സമ്മറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ തണുപ്പുണ്ടായിരുന്നു. ആ കിഴങ്ങോടെ എടുക്കണമെങ്കിൽ അത് പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക നാക്ക് വേണം. അത് ഞങ്ങൾക്ക് എല്ലാം അതേപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ മാക്സിമം ഞങ്ങൾ അത് പറിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. വെളുപ്പാങ്കാലത്ത് വന്നതാണ് പൂ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഉച്ചയായി സമയം. ഞങ്ങൾക്ക് നന്നായിട്ട് വിശപ്പിൻ്റെ വിളി വരുന്നുണ്ടായിരുന്നു. ഫാമിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ക്യൂ ഉണ്ട്. നമ്മൾ കളക്ട് ചെയ്ത ഫ്ലവേഴ്സൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവർ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് നമുക്ക് തന്നുവിടും. അപ്പോൾ അങ്ങനെ എല്ലാം കിട്ടി ബോധിച്ചു. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ കാനഡയിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കലായിരുന്നു അടുത്ത പരിപാടി. നോക്കിക്കേ എന്നെ രസമാണെന്നെല്ലാം കൂടി ഇരിക്കുമ്പം. ഇതൊരു 1.5-2 ആഴ്ചത്തേക്കെങ്കിലും ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്ത കിഴങ്ങ് കഷ്ണമില്ലേ, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. പിടിക്കുകയോ ഇല്ലയോ നമുക്ക് നോക്കാമേ. അപ്പോൾ ഓക്കെ, ബൈ.